ഇതൊരു സിനിമയാണ്. പക്ഷെ ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതൊരു കോമഡിയാണ്. പക്ഷെ ഇത് കോമഡിയാണ്, ആക്ഷനാണ്, അവസാനം ഇതിൽ സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം ഒത്തിണങ്ങിയ ഒരു സിനിമയാണ്. സിനിമയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമുവും ദാമുവിന്റെ ഗുണ്ടകൾ. പടം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുണ്ട്, ചില കാര്യങ്ങൾ പടത്തിനെ കുറിച്ച് മുൻകൂർ പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും പറയാണ്, ദാമു എന്ന് പറയുന്നത് വളരെ കിടിലം കൊള്ളിക്കുന്ന ഒരു കഥാപാത്രമാണ്. ദാമുവിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, ദാമുവും പിന്നെ ദാമുവിന്റെ ഗുണ്ടകളും കണ്ടിട്ട് വാ. ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചെക്കൻ ആരാണ് അടിച്ചത്? ആരടിച്ചോട്ടെ, ഓന്റെ പണ്ട് ഞങ്ങൾ പുറത്തു കൊടുക്കും, ആരായിക്കോട്ടെ. അപ്പൊ എങ്ങനെയുണ്ട് പടത്തിന്റെ തുടക്കം? ദാമുവിന്റെ മാസ് ഡയലോഗ് കേട്ടില്ലേ? ഇനി അടിപൊളി ഒരു സംഘടനമാണ്, ഒന്ന് പോയി കണ്ടിട്ട്. ഇനി പടം ഫുള്ള് സെന്റിമെന്റ്സ് ആണ്. ആ ക്ലൈമാക്സ് എൻഡ് കൂടി കണ്ടിട്ടേ പോവാവൂ കേട്ടോ. പടത്തിന്റെ ക്ലൈമാക്സ് എൻഡ് കാണാതെ പോരുത്, എങ്കില് നിങ്ങൾക്ക് പടത്തിന്റെ കഥയൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ ക്ലൈമാക്സ് എൻഡ് കൂടി കണ്ടിട്ട് പോകും. എന്തായാലും നമുക്ക് ദാമുവിന്റെ സെന്റിമെന്റ്സിലോട്ട് പോയിട്ട്. ഈ ഒരു വണ്ടി തച്ചു പൊളിച്ചത് എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ചങ്കാളെ. ആ അടിച്ചു പൊളിച്ചോനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവന്റെ ഒരു മുഖോ അല്ലെങ്കിൽ ഇവന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്തുകൾ ഭയങ്കരം തന്നെയാണ്. നമ്മൾ ഓന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ്. ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഓന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആത്മഹത്യാ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ അവ സെന്റിമെന്റ്സ് കണ്ടില്ലേ ദാമുവിന്റെ? അതായത് വയ്യാതെ കിടക്കുന്ന അച്ഛൻ, തളർവാദം പിടിച്ചു കിടക്കുന്ന അമ്മ, കെട്ടിക്കാൻ പ്രായമുള്ള 2 സഹോദരിമാര്, ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ തല്ലാനുള്ള ശേഷി ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ തല്ലി. പക്ഷെ അവന്റെ ദുരിതം കണ്ടിട്ട് ഞങ്ങൾക്ക് അവന്റെ മുഖം പുറത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലടാ ദാമു, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്, നീ നിന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഓൻ്റെ അടുത്ത് പോയത്? ഈ മാസ് ഡയലോഗ് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പെങ്ങക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടാണോ പോയത്? അല്ലല്ലോ, ഓനെ തല്ലാൻ വേണ്ടിയല്ലേ പോയത്. അപ്പൊ നീയൊക്കെ തല്ലിയെന്ന് പറയുന്നവന്റെ മുഖം കാണിക്കടാ. ഓന്റെ അമ്മ സങ്കടം തൂങ്ങിച്ചാവും. ഡേ, നീ പറിക്കും മാങ്ങാട തൊലി പറിക്കും, മാങ്ങ പറിക്കും. അല്ല നിന്നെ കൊണ്ടൊന്നും ഒരു മൈ ചെയ്യാൻ കഴിയൂല. വെറുതെ തള്ളി വിടുക. അവനെ ഞാൻ തലക്കും, അവനെ കൊലക്കും. നീ പറിക്കും മാങ്ങ. പോടാ. അപ്പൊ ആ തൊപ്പിയുടെ വീട്ടിന്റെ മുമ്പിൽ തൊപ്പി ഇല്ലായിരുന്ന സമയത്ത് നീയും മറ്റേ ആമന സേവർ വിൽക്കുന്ന എന്താ പറയാ പാണ്ടിക്കാട് കുണ്ണാനും കൂടെ പോയിട്ട് ഒരു വണ്ടിയിൽ പോയിട്ട് 2 ഡയലോഗ് അടിച്ചെന്ന് പറഞ്ഞിട്ട്, നീ ആരെന്നാണ് നിന്റെ വിചാരം? നീ ആര്? ദാമു, ദശമൂലം ദാമു, അത്രേ ഉള്ളൂ. എടാ ദശമൂലം ദാമു, എന്തൊക്കെ ഡയലോഗാ നീ അടിക്കുന്ന? നീ ഒരുത്തനെ പിടിച്ചിട്ടില്ല, ഒരുത്തനെ തല്ലിയിട്ടില്ല, ഒന്നുമില്ല. നീ തല്ലിയുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഓന്റെ ഫോട്ടോ പുറത്തു വിട്, അല്ലെങ്കിൽ ഓന്റെ വോയിസ് പുറത്തു വിട്. നിന്നെ ഞാൻ വല്ലു വിളിക്കുന്നു നീ ആൺകുട്ടിയാണെങ്കിൽ. അല്ലെങ്കിൽ നീ ഇനി മുതൽ അറിയപ്പെടും ദശമൂലം ദാമു. ഡേ ദാമു, ഈ കളിയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നു. അമ്മാതിരി ഡയലോഗാണ്. പോടാ, ഈ ഏരിയ കണ്ടോലി നീ. ദശമൂലം ദാമു.